ഹലോ, വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ACCA F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പേ ബാക്ക് പീരീഡ് എന്താണെന്ന് പഠിച്ചു. ആ പേ ബാക്ക് പീരീഡിന് തന്നെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഡിസ്കൗണ്ടഡ് സിമ്പിൾ പേ ബാക്ക് പീരീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. അത് സിമ്പിൾ പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ നമ്മൾ ഈ പേ ബാക്ക് പീരീഡിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് ഡിസ്കൗണ്ട് ചെയ്ത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്താണ് നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാവിയിൽ കിട്ടുന്ന ഫ്യൂച്ചർ ഇൻഫ്ലോസിൻ്റെ മൂല്യം കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. അത് ടൈം വാല്യൂയിലൂടെ ഇപ്പോഴത്തെ അതിൻ്റെ വർത്ത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കൺസിഡേഴ്സ് ദ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് അഡ്ജസ്റ്റ് ക്യാഷ് ഫ്ലോസ് ടു ദ പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് നമ്മൾ ചെയ്യുന്നത്. The calculated payback period is the time taken for cumulative present value to break even. Normal payback periodil നമ്മൾ ചെയ്യുമ്പോഴേക്ക് നോർമൽ ക്യാഷ് ഫ്ലോസ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചറിലെ ക്യാഷ് ഇൻഫ്ലോസ് വെച്ചിട്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കൺസിഡർ ചെയ്ത് എപ്പോഴാണ് ബ്രേക്ക് ഈവൻ ആവുന്നതെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ നമ്മൾ അതിനെ പേ ബാക്ക് പീരീഡ് ആ കിട്ടുന്ന ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കും. ആ പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ട് എപ്പോൾ ബ്രേക്ക് ഈവൻ ചെയ്യുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്താണെന്ന് അറിയാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യനിൽ ദ പ്രൊജക്ട് റിക്വയർസ് ആൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 50,000. ഈ 50,000 ആണ് ഔട്ട്ഫ്ലോ, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. ഇത് നമുക്കൊരു ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഔട്ട്ഫ്ലോ ആണ് ഇതിൻ്റെ. അതേ ഔട്ട്ഫ്ലോ വെച്ചിട്ട് ഉള്ള ആ പ്രൊജക്റ്റിൻ്റെ ഇൻഫ്ലോസ് ആണ് ഈ കാണിച്ചേക്കുന്നത് ഓരോ വർഷവും. അപ്പോൾ എത്ര ഇയറിൻ്റെ പ്രൊജക്റ്റാണ് ഇത്? ടോട്ടൽ 4 ഇയേഴ്സിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. പക്ഷേ ഈ തന്നേക്കുന്നതൊക്കെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അതിൻ്റെ ഒന്നും ഇപ്പോഴത്തെ മൂല്യം നെറ്റ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ നമുക്കറിയത്തില്ല. ആ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് അവിടെ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. ഈ റേറ്റ് ഓഫ് റിട്ടേൺ ആയ 9% വെച്ച് നമ്മൾ ഈ ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും. ആ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ എപ്പോഴാണ് ബ്രേക്ക് ഈവൻ ആവുന്നത് എന്ന് കൺസിഡർ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ. നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ 9%-ൻ്റെ ഓരോ വർഷത്തെയും ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് എക്സലിൽ പോയി ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ എക്സലിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കും. ഇയർ, ക്യാഷ് ഫ്ലോ, ഡിസ്കൗണ്ട് റേറ്റ്, പ്രസൻറ്റ് വാല്യൂ, ടോട്ടൽ. അതിനകത്ത് ഇയർ 0, നമ്മളെപ്പോഴും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത് ഇയർ 0-ലാണ്. നെഗറ്റീവ് 50,000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലത് നമ്മളിവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഫസ്റ്റ് ഇയറിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 21,810, സെക്കൻഡ് ഇയറിൽ 23,754, തേർഡ് ഇയറിൽ 38,860, ഫോർത്ത് ഇയറിൽ 43,374. ആ കിട്ടിയേക്കുന്നത് ക്യാഷ് നമ്മൾ ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും ക്യാഷ് ഫ്ലോ ഇവിടെ എടുത്തു. പിന്നെ 9% ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിച്ചേക്കുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 0.917, സെക്കൻഡ് ഇയറിൽ 0.842, തേർഡ് ഇയറിൽ 0.772, ഫോർത്ത് ഇയറിൽ 0.708. അപ്പോൾ നമ്മൾ അതും എടുത്തിട്ട് ഇനി ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടേക്കുന്ന പോലെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമുക്കറിയാം. പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഡിസ്കൗണ്ട് റേറ്റ് ഇൻറ്റു ക്യാഷ് ഫ്ലോ ആണ്. ഈ കിട്ടിയേക്കുന്നതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഇപ്പം നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി പ്രസൻറ്റ് വാല്യൂ വെച്ച് നമ്മൾ നോർമൽ പേ ബാക്ക് പീരീഡ് ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത്. ക്യുമുലേറ്റീവ് ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം -50,000 എടുത്തിട്ട് ആ -50,000 നിന്ന് ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ സെക്കൻഡ് ഇയറിന് ശേഷം അത് പോസിറ്റീവ് ഫിഗർ ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആഫ്റ്റർ സെക്കൻഡ് ഇയർ ആൻഡ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് തേർഡ് ഇയർ ഏതോ ഒരു സമയത്ത് ഇത് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ ആകുമ്പോൾ ഔട്ട്ഫ്ലോ ഈക്വൽ ടു ഇൻഫ്ലോ, അപ്പം 0 വരും. 0 കഴിഞ്ഞിട്ടും പോയിട്ടുണ്ട്. സോ നമുക്ക് വരുന്ന പേ ബാക്ക് പീരീഡ് 2 ഇയേഴ്സ് ആൻഡ് സം മന്ത്സ് ആണ്. ആ മന്ത്സ് എത്രയാണെന്നുള്ളതിൻ്റെയും കൂടി നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. മന്ത്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എത്ര മന്ത് എന്നുള്ളതിനറിയാൻ ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഈ 10,000-നെ ബ്രേക്ക് ഈവൻ ആയത് നമുക്ക് തേർഡ് ഇയറിൽ കിട്ടിയേക്കുന്ന ക്യാഷ് ഇൻഫ്ലോയുടെ ബേസിസിലാണ്. അപ്പോൾ തേർഡ് ഇയറിൽ കിട്ടിയേക്കുന്ന ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് എത്ര കിട്ടിയെന്നുള്ളത് അത് ഡിവൈഡഡ് ബൈ എത്ര നാൾ കൊണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി 0.33, അത് നെഗറ്റീവ് ഫിഗർ വരേണ്ട, അതിൻ്റെ അബ്സല്യൂട്ട് ഫിഗർ എടുത്താൽ മതി.
0 എന്ന് വെച്ചാൽ തേർഡ് മന്ത്. ദാറ്റ് മീൻസ് പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ്? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് വരെ ആയിട്ടുള്ള 2 ഇയേഴ്സ് പ്ലസ് ഈ കിട്ടിയിരിക്കുന്ന 0.33 എന്ന് പറയുന്നത് നമുക്ക് 3 months ആയിട്ട് എടുക്കാം, പ്ലസ് 3 months. അതാണ് നമുക്ക് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന പേ ബാക്ക് പീരീഡ്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്ത് ടൈം വാല്യൂ ഓഫ് മണി കണ്ടുപിടിച്ച് അതിനെ പ്രസൻറ്റ് വാല്യൂ ആക്കും. എന്നിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ പേ ബാക്ക് കൺസിഡർ ചെയ്യുന്ന മെത്തേഡാണിത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മൂല്യം വെച്ച് നമുക്ക് ഇതെപ്പോൾ ബ്രേക്ക് ഈവൻ ആവാൻ പറ്റും? 2 yearsഉം 3 monthsഉം എടുത്താണ് ബ്രേക്ക് ഈവൻ ആവുന്നത്. നമ്മളിത് കണ്ടുപിടിച്ചു. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് പീരീഡാണ്. നമ്മൾ പേ ബാക്ക് പീരീഡ് വെച്ച് ഒരു പ്രൊജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് കൺസിഡർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പേ ബാക്ക് പീരീഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാ? നമ്മൾ ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു കാൽക്കുലേറ്റ്. നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് കണ്ടുപിടിക്കുന്ന രീതി ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഔട്ട്കം ഈസ് ഓൾസോ ഈസി ടു അണ്ടർസ്റ്റുഡ് ഫോർ നോൺ ഫിനാൻഷ്യൽ മാനേജേഴ്സ്. മറ്റുള്ള ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോഴേക്ക് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഒരു അധികം എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമുക്കാണെങ്കിലും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും ഇത് വെച്ച് എങ്ങനെ ഒരു പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് ഓർഗനൈസേഷൻസ് വിത്ത് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ വിച്ച് പ്രൊജക്ട് വിൽ റിട്ടേൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഏർലി. നമുക്കൊരു മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഉണ്ട്, ഒന്നിലധികം പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്രൊജക്റ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുക എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പേ ബാക്ക് പീരീഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പേ ബാക്ക് പീരീഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇനി നമുക്ക് നോക്കാം. സിമ്പിൾ പേ ബാക്ക് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. സിമ്പിൾ പേ ബാക്ക് പീരീഡ് ഒരിക്കലും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മളപ്പോൾ പുതിയ ഡിസ്കൗണ്ടഡ് പേ ബാക്ക്. അപ്പം ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് റെക്ടിഫൈസ് ദിസ് ഡിസഡ്വാൻറ്റേജസ്. സിമ്പിൾ പേ ബാക്ക് ഇത് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് വെച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. പേ ബാക്ക് ഡസ് നോട്ട് കൺസിഡർ ദ ക്യാഷ് ഫ്ലോസ് ദാറ്റ് ടേക്സ് പ്ലേസ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ്. ഇറ്റ് മേ അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദ പ്രൊജക്ട്. നമ്മളിപ്പോൾ പേ ബാക്ക് പീരീഡ് ചെയ്തപ്പം ഒരു കാര്യം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്താൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇനിഷ്യൽ ഇയറിൽ മാത്രമേ ഒരു ഔട്ട്ഫ്ലോ വരുന്നുള്ളൂ, അല്ലേ? നെഗറ്റീവ് വാല്യൂ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് ഇത് ഫുള്ള് ഇൻഫ്ലോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്, അല്ലേ? പിന്നെ ഒരിക്കലും നമുക്കൊരു ഔട്ട്ഫ്ലോ വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം പേ ബാക്ക് പീരീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞിട്ട് ഡസ് നോട്ട് കൺസിഡർ ദ ക്യാഷ് ഫ്ലോസ് ദാറ്റ് ടേക്സ് പ്ലേസ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ്. ഇറ്റ് മേ അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദ പ്രൊജക്ട്. നമുക്കൊരു പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പ്രൊജക്റ്റിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഔട്ട്ഫ്ലോസും വരാം, ഇൻഫ്ലോസും വരാം. ഈ ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും വരുമ്പോൾ അത് ഒരിക്കലും പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ സപ്പോസ് ആദ്യം നല്ല ഒരു റിട്ടേൺ കിട്ടി, നമുക്ക് നല്ല റിട്ടേൺ കിട്ടിയിട്ട് തേർഡ് ഇയർലി പ്രൊജക്റ്റ് പേ ബാക്ക് പീരീഡായി ബ്രേക്ക് ഈവൻ ചെയ്തു. ബട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 year പ്രൊജക്റ്റ് ആയിരുന്നു എന്ന് വെച്ചു, അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷവും ആ പ്രൊജക്റ്റിൽ നിന്ന് ഇൻഫ്ലോ ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ എന്താണെന്നുള്ളത് പേ ബാക്ക് പീരീഡ് ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. ദ പേ ബാക്ക് മെത്തേഡ് ഡസ് നോട്ട് വർക്ക് വെൽ ഇഫ് ദർ ആർ കോസ്റ്റ് ലേറ്റർ ഇൻ ദ പ്രൊജക്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പേ ബാക്ക് പീരീഡിൽ വെച്ചുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്ലോസ് മാത്രമേ ഉള്ളൂ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഔട്ട്ഫ്ലോയും പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്യത്തില്ല. The payback method encourages decisions to be made on short-term factors rather than long-term benefits to the organization. Payback period എന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്നാണോ റിട്ടേൺ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൊജക്റ്റിൻ്റെ ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഭാവിയിൽ ഈ പ്രൊജക്റ്റ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിലും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടായേക്കാം. പക്ഷേ അത് നമ്മൾ ഒരിക്കലും പേ ബാക്ക് പീരീഡ് വെച്ച് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യത്തില്ല. അത് പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എത്ര വേഗം നമുക്ക് റിട്ടേൺ കിട്ടുന്നു എന്ന് മാത്രമേ നോക്കൂ. ചിലപ്പോൾ അത് കഴിയുമ്പോഴേക്ക് ഈ പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട് ഈ പ്രൊജക്റ്റിന് ഫ്യൂച്ചറിലോട്ട് നല്ലൊരു ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതായിരിക്കും. ലോങ് ടേമിൽ ഈ പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് കുറേ ഗെയിൻ ഉണ്ടാകുമായിരിക്കും. ബട്ട് പേ ബാക്ക് പീരീഡ് നെവർ കൺസിഡേഴ്സ് ദാറ്റ്. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പേ ബാക്ക് പീരീഡ്. നമ്മൾ പേ ബാക്ക് പീരീഡിന് നോർമൽ പേ ബാക്ക് പീരീഡ് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തു, ഇപ്പോൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡും ചെയ്തു. അപ്പം നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡും ഈ സെഷനിൽ ചെയ്തു. നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്